പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും 2 ആഴ്ചയായിട്ടോ, 2 ആഴ്ച കഴിഞ്ഞു. അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ ബുധനാഴ്ചയല്ലേ വന്നത് പുതിയ പള്ളിയിലേക്ക്. 2 ആഴ്ച ദിവസങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് പോകുന്നത് അല്ലേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഏശയ്യാ പ്രവചനം 43:2. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അതായത് ഏതൊക്കെ പ്രതികൂലങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, ഏതൊക്കെ പ്രതികൂലങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നു പോവുകയാണെങ്കിലും ഒരു സ്വർഗീയ സംരക്ഷണം ആർക്ക്? അതാണ് 1-ാമത്തെ വാക്യം 43:1 വചനം പറയണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഞാൻ തമ്പുരാൻ്റേതാണെങ്കിൽ, ഞാൻ യേശുവിൻ്റേതാണെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണെൻ്റെ ദൈവം. ഞാനെന്നും നമ്മുടെ പ്രിയ സഹോദരങ്ങളൊന്നും നാമമാത്ര ക്രിസ്ത്യാനിയായിട്ട് ഒരു സെബസ്റ്റ്യാനോസിൻ്റെ അമ്പ് പെരുന്നാളും നടത്തി, അല്ലെങ്കിൽ കുറച്ച് കുത്തിച്ചാട്ടവും പരിപാടിയും കാര്യങ്ങളും ആ രീതിയിലാണെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് മുട്ടെത്തിക്കാൻ പറ്റില്ലേ സഹോദരങ്ങളെ? തകർന്ന് തരിപ്പണായിട്ട് പോകും. അല്ല, നീ കൃപയിലേക്ക് വരാൻ ഒരുക്കമാണെങ്കിൽ ഈ ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നെ വളയം വട്ടം നിന്ന് നിന്നെ ആക്രമിച്ചാലും നിന്നെ തൊടാൻ അവർക്ക് പറ്റുകയില്ല. കാരണം നീ എൻ്റേതാണ്. യേശു നമ്മെ ആ ഒരു കൂട്ടായ്മയിലേക്കാണ്. മകനെ, മകളെ, കം ടു മീ, എൻ്റെ അടുക്കിലേക്ക് പോയോ. നിൻ്റെ ഭാരിച്ച 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നീ എൻ്റെ അടുക്കിലേക്ക് നീ വരികയാണെങ്കിൽ ഞാൻ നിന്നെ വിടുവിക്കും. ഈശോയുടെ സന്നിധിയിൽ ഇതുപോലെ രക്ഷാകരമായ ഒരു വിടുതലിൻ്റെ കൃപ സ്വീകരിക്കാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഈ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ കർത്താവേ, ഞങ്ങൾക്കൊരു വിടുതൽ വേണമേ എന്ന് ദാഹിക്കാൻ വേണ്ട കൃപയുണ്ടാകട്ടെ കർത്താവേ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.